വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യം ക്ലാസ്സിൽ തന്നെ എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. ഇതാരും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോ നിതിൻ വീണു എന്ന് മാത്രമേ അറിഞ്ഞപ്പോൾ എല്ലാവരും ഫുഡും കാണുന്നത് എല്ലാവരും ഓടിയപ്പം അവിടെ ഫുൾ എന്താണെന്നറിയില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, ടീച്ചേഴ്സ് ഓട്ടം, സാറന്മാരും ഓട്ടം, എല്ലാവരും എന്താണെന്നറിയില്ല, എല്ലാവരും ഷോക്കായി. ഇപ്പൊ തളർന്നു പോയി. മരിച്ചെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരേപോലെയായിരുന്നു. എല്ലാരും അങ്ങ് എന്താ പറയണ്ടേന്ന് അറിയില്ല. ആരും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായി പോയി. നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ പോലും ഇന്നലത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഇപ്പൊ ഇത് പറഞ്ഞിട്ട് എന്റെ ജീവിതം എന്താവുന്ന പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം. എനിക്ക് രാത്രി ഉറങ്ങാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് പറയാണ്ടിരുന്നിട്ട്. നിതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനെന്ന് എപ്പോഴും പറയുന്നേ. അവൻ എന്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇങ്ങോട്ട് വന്നേ, വീട്ടിലേക്ക് വന്ന നമ്മൾ വന്നേ. അപ്പം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ സാറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അല്ല വേറെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ കാഷ്വാലിറ്റി എന്നപ്പോ പേഷ്യൻസ് പറയുന്നുണ്ടായിരുന്നു അവൻ ആ മോളിൽ നിന്ന് ചാടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പം പെട്ടെന്നായിരുന്നു എല്ലാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ ടോക്കൊന്നും അതിനെ പറ്റി വന്നിട്ടില്ല. ഇല്ല, അന്ന് ക്ലാസ്സിൽ നിതിൻ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 1 മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അവൻ ബി ബാച്ചാ, ഞാൻ എ ബാച്ചാ. എ ബാച്ചിന്റെ എന്തെങ്കിലും ലാബ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ബി ബാച്ചിന് അന്നത്തെ ദിവസം ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് 2 മണിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഏതോ 2 കുട്ടികൾ എന്തോ നിതിനെ കണ്ടു എന്ന് പറയുന്നു. പക്ഷെ ബാക്കി ആരും കണ്ടിട്ടില്ല. എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്തപ്പോഴേ ഇത് അറിയുന്നേ. അപ്പോഴേ തന്നെ എല്ലാരും പോയി.